إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, സർവ ലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വ മുറുകെ പിടിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, സഗൗരവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന്റെ വിനീത ദാസന്മാരിൽ, മുത്തഖീകളിൽ, മുഖ്ലിസുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം കാരുണ്യവാനായ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ, ഹേറ്റ് ക്യാമ്പയിൻ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രാദേശികമായും ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൽ വ്യക്തിപരമായതുണ്ട്, സംഘടന സംബന്ധമായതും ആദർശവുമായി ബന്ധപ്പെട്ടതൊക്കെ അതിലുണ്ട്. പലതരത്തിലാണ് ആളുകൾ ഇകഴ്ത്തലുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ജീവിതകാലത്ത്, റസൂലിന്റെ ജീവിതകാലത്ത് മക്കയിലും മദീനയിലും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാത്തരം പ്രചാരണങ്ങളെയും റസൂല് അഭിമുഖീകരിച്ചിട്ടുണ്ട്. തികഞ്ഞ സംയമനത്തോടെയും വിവേകത്തോടെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നേരിട്ടത്. പ്രവാചകാനുയായികളായ നമുക്കും കരണീയമായിട്ടുള്ളത് അത് പിൻപറ്റലാണ്, റസൂലിനെ പിൻപറ്റലാണ്. സൂറത്തുൽ അഹ്സാബ് ഈ വിഷയത്തിൽ കൃത്യമായൊരു മാർഗരേഖയാണ്. യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു. മദീനയെ സൈനികമായി നേരിടാൻ വന്ന തട്ടിക്കൂട്ട് മുന്നണികൾ, അതിൽ ഖുറൈശ് ഗോത്രക്കാരുണ്ട്, കിനാനക്കാരുണ്ട്, ഗത്ഫാൻകാരുണ്ട്, ബനൂ ഖുറൈളയിലെ ജൂതന്മാരുണ്ട്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ അഹ്സാബ് സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ഖന്തഖ് യുദ്ധം, നമുക്ക് പരിചയമുള്ള ഖന്തഖ് യുദ്ധത്തിൽ മദീന ആക്രമിക്കാനായി വന്നത്. ഖുർആൻ ആ സംഭവം ഇങ്ങനെ പറയുന്നത്, ഇൻ
വഇയത്തിൽ അഹ്സാബു യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ അറാബി യസ്അലൂന അൻ അംബായിക്കും. ഈ ആളുകളുടെ പ്രവർത്തനമാണ് ഖുർആൻ. ഇവരൊക്കെ മുസ്ലിങ്ങളുടെ വിശേഷങ്ങളും തിരക്കി ഇവിടൊക്കെ ഉണ്ടാകണമെന്നാണ് ശത്രുക്കൾ. മദീനയിലുണ്ടായിരുന്ന ശത്രുക്കൾക്കുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഖ്യസേന ഇസ്ലാമിനെതിരിൽ കുപ്രചാരണം നടത്തുന്ന യുദ്ധത്തിന് വന്ന ഈ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകണം, എന്നാലേ ഞങ്ങൾക്കൊരു ബലം ഉണ്ടാവുള്ളല്ലോ. ഇതാണ് അവരുടെ ആഗ്രഹം, ശത്രുക്കളുടെ ആഗ്രഹം അതായിരുന്നു. ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സംഭവത്തെ കുറിച്ചിട്ട്. പക്ഷെ വർത്തമാനകാല സാഹചര്യത്തിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ ലവ് ജിഹാദിനെതിരെ ഹിന്ദുത്വ തീവ്ര സംഘടനകളുടെ പ്രതിഷേധ ദിനമാണ്. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബജ്റംഗ് ദൾ, അതേപോലെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ ലവ് ജിഹാദിനെതിരെ, അതൊക്കെ എന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞു പോയതാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ദിനമാണ്. അവരതിന്റെ പ്രതിഷേധ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുണ്ടായ പുതിയ സംഭവം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിലുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഇവർ ഈ പ്രൊട്ടസ്റ്റ് ഡേ ആചരിക്കുന്നത്. രംഗത്തേക്ക് ഇത് വീണ്ടും വന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സഖ്യകക്ഷികളുണ്ടല്ലോ, ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മുടെ മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുണ്ട്, കത്തോലിക്ക ബിഷപ്പുണ്ട്. ഇതൊക്കെ ഇതിന്റെ പ്രചാരണത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ബീജാവാപത്തിന് പങ്കെടുത്ത ആളുകളാണ്. ഈ ഒരു കേരള സ്റ്റോറി സിനിമയുണ്ടല്ലോ, കേരള സ്റ്റോറി സിനിമയും ഈ സിനിമേന്റെ പേരിൽ മലയാളികൾക്കെതിരിൽ ഉത്തരേന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് അതിൽ പ്രത്യേകിച്ച് തട്ടമിട്ട മുസ്ലിം വിദ്യാർത്ഥിനികൾക്കിടയിൽ അവർക്ക് ഉത്തരേന്ത്യയിൽ ഹോസ്റ്റൽ കിട്ടാനില്ല എന്നാണ്. ഇപ്പൊ അടുത്തിടക്ക് നിങ്ങൾ പിന്നെ ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മുസ്ലിം പെൺകുട്ടി വന്നിട്ട് പറയാണ്, 30 സ്ഥലത്ത് ഞാൻ പോയി, എനിക്ക് ഹോസ്റ്റൽ കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ ചോദിക്കുന്നത്, യു ആർ ഫ്രം കേരള, നീ കേരള എന്നല്ലേ, യു ആർ മുസ്ലിം, നിനക്ക് ഹോസ്റ്റൽ ഇല്ല. പുതിയ സംഭവമാണ്, പഴയതൊന്നുമല്ല. നമ്മളിപ്പോ ജീവിക്കുന്ന ഈ കാലത്ത് ഈ മാസം നടന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ കേരളക്കാർക്ക് ഹോസ്റ്റൽ കൊടുക്കുകയില്ല എന്നൊരു പൊതുബോധം ഇങ്ങനെ പരസ്യമായി ആളുകൾക്ക് നിലപാടെടുക്കാൻ മാത്രം അവരെ പ്രേരിപ്പിച്ചത് കേരള സ്റ്റോറിയാണ്. അതിന് നിമിത്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ലവ് ജിഹാദാണ്, വർഗീയ ചേരിതിരിവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫോബിയ ഇന്ത്യ രാജ്യത്തുണ്ട്. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഈ ഫോബിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. ഈ ഫോബിയ പരമയാഥാർത്ഥ്യമായി ഇവിടെ അരങ്ങ് വാഴുന്നുണ്ടെന്ന് തലച്ചോറ് കപട മതനിരപേക്ഷതയ്ക്ക് പണയപ്പെടുത്താത്തവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത് വിട്ടേക്ക്, അത് പറയാനല്ല. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ എങ്ങനെയാണ് ഈ ഇസ്ലാമോഫോബി, ഈ വിദ്വേഷത്തെ നേരിടുക എന്നുള്ളതാണ്. വിദ്വേഷ പ്രചാരണവും കായികമായി മുസ്ലിങ്ങളെ നേരിടുന്നതൊക്കെ പുതിയ കാല പ്രതിഭാസങ്ങളല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്തുൽ അഹ്സാബ് ഞാൻ ആദ്യം ഓതി വെച്ചത്. ഇസ്ലാം തുടങ്ങിയ കാലം മുതലേ അത് നിർബാധം ഇവിടെ നടന്നു വരുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മദീനയിലെ തുടങ്ങിയതല്ല എന്നർത്ഥം, ഇവിടെ തുടങ്ങിയതല്ല എന്നർത്ഥം. അതിനു മുന്നേ പ്രവാചകന്മാർ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ. ഇപ്പൊ ഖുർആനിൽ നോക്കൂ, വമാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹസിഊൻ. സൂറത്തുൽ ഹിജ്റിലെ 11-ാമത്തെ ആയത്ത്. ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ല ആ നബിയെ ശത്രുക്കൾ പരിഹസിച്ചിട്ടല്ലാതെ. വിദ്വേഷ ക്യാമ്പയിന് വിധേയനാകാത്ത ഒരു നബി ഇല്ലായിരുന്നു. കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. സൂറ ദാരിയാത്തിൽ 52-ാമത്തെ ആയത്തിൽ. ഏത് നബി വന്നാലും ആ നബിയെ നോക്കിയിട്ട് ആളുകൾ പറഞ്ഞു, നീ മാജിക്കാരനാണ്, സാഹിറാണ്, ഔ മജ്നൂൻ, അല്ല നീ ഭ്രാന്തനാണ്. എല്ലാ പ്രവാചകന്മാരും നേരിട്ട അനുഭവിക്കേണ്ടി വന്നിരുന്ന ഇതാണ് ഈ വിദ്വേഷ പ്രചാരണം എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു, നമ്മളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഭാവിയിലും ഇവിടെ ഉണ്ടാകാനുള്ളതാണെന്ന് സത്യവിശ്വാസിക്ക് മനസ്സിലാകും. ഇത് ഖുർആൻ സൂറത്തുൽ അഹ്സാബ് ബാക്കി വായിച്ചു, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. സത്യവിശ്വാസികൾ ഇത്തരം സംഭവങ്ങൾ അനുഭവിക്കുമ്പോൾ, അഹ്സാബിനെ കാണുമ്പോൾ, സഖ്യകക്ഷികളെ കാണുമ്പോൾ, പല ആളുകൾ പല സ്ഥലത്ത് നിന്ന് ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക? മുസ്ലിമിന് എന്താ മനസ്സിലാവുക? വഅദനല്ലാഹു വറസൂൽ, ഇത് പടച്ചോനും അവന്റെ ദൂതനും ഇത് മുന്നേ പറഞ്ഞല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും പുത്തിരിയില്ല. ഏത് പുതിയ സംഭവ വികാസങ്ങൾ വരുമ്പോഴും മുസ്ലിം എന്ത് പറയും? വമാ സാദഹും ഇല്ലാ ഈമാനം. സത്യവിശ്വാസിക്ക് അതിലൂടെ അവന്റെ ഇസ്ലാമും ഈമാനും വർദ്ധിക്കാനുണ്ടാവുക. സഹോദരങ്ങളെ, നബിമാർ ഈ വിദ്വേഷ ക്യാമ്പയിനെ എങ്ങനെ നേരിട്ടു?
പ്രത്യേകിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെങ്ങനെ കൈകാര്യം ചെയ്തു, ഇത് നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെ നേരിടാൻ നമുക്ക് കഴിയും. സൂറത്തുൽ അഹ്സാബ് ബാക്കി അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി. ഈ അഹ്സാബ് സംഭവത്തെ കുറിച്ചിട്ട് സഖ്യകക്ഷികൾ മദീനക്കെതിരെ പോരാടാൻ വന്ന ഈ സംഭവം പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ ഇങ്ങനെ പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സദാ സ്മരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂൽ ഈ വിഷയത്തിൽ മാതൃകയുണ്ട്, സകലത്തിലും മാതൃകയുണ്ട്. ഇവിടെ പറഞ്ഞു വന്നൊരു സംഭവം അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഹേറ്റ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത് കൊണ്ട് നമുക്കിതിൽ ഇവിടെ എന്തുണ്ട്, അള്ളാഹിന്റെ റസൂലിന് മാതൃകയുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ മാതൃക, ഇതിലെ പ്രവാചക മാതൃക പരിശോധിക്കാൻ നിൽക്കാതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതിൽ നമ്മളെന്താ നമ്മുടെ മുമ്പിൽ പ്രശ്നം വരുന്നു, നമ്മൾ എന്താണ് ആ വിഷയത്തിൽ ഖുർആൻ പറഞ്ഞതെന്നോ അള്ളാഹ് പറഞ്ഞോ എന്നറിയാതെ ഓൺലൈനിൽ ഉറഞ്ഞു തുള്ളുകയാണ്. നമുക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിന്, സംഘടനയ്ക്കോ മതത്തിനോ എതിരെയുള്ള വിദ്വേഷം ഓൺലൈനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഒരു നിയന്ത്രണം ഇല്ല. ഓൺലൈനിൽ ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ ഓഫ്ലൈനിൽ ഉറങ്ങുകയാണ്. ഇവരൊന്നും പൊതുവായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ആവശ്യപ്പെടുന്നു, അപ്പൊ ആരെ നിരത്തി കാണാനുണ്ടാവില്ല. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ, വാട്സപ്പിൽ ഇവരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വാദം എന്താണ്, ഞങ്ങൾ ഇസ്ലാമിനെ പ്രചോദിക്കുകയാണ് എന്നുള്ളതാണ്. അതല്ല, നമ്മൾ നമ്മുടേതായ ആ വഴിയിലൂടെ അല്ല പോകേണ്ടത്. നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് പോകാം. ഖുർആൻ പഠിക്കാൻ നമുക്ക് നേരമില്ലല്ലോ, ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. ഖുർആനിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ നമുക്ക് താല്പര്യമില്ല. നമ്മളിപ്പോഴും പറയും, ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങി എന്താ പറയാ, പണ്ടാരുടെയോ ക്ലാസ്സിൽ എന്റെ വാപ്പ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് മതി. പണ്ടാരുടെയോ ക്ലാസ്സിൽ എന്റെ വാപ്പ പഠിച്ച തഴമ്പ് കൊണ്ട് ഞാനിപ്പോഴും ഖുർആന്റെ ആളാന്ന് പറഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ദൈവിക ദീനിനെ ഇല്ലാതാക്കാൻ പോകുന്നതല്ല എന്ന കുറഞ്ഞ ബോധമെങ്കിൽ നമുക്ക് ഉണ്ടാവണം. ഈ പറഞ്ഞ ഹേറ്റ് ക്യാമ്പയിൻ ആവട്ടെ, അല്ലെങ്കിൽ അമേരിക്ക ഇപ്പൊ ഇറാനെതിരെ ഇട്ടുകൊണ്ടിരിക്കുന്ന ബോംബാവട്ടെ, ഇതൊന്നും ഇസ്ലാമിനെ തകർക്കാൻ പര്യാപ്തമല്ല. എന്നും മാത്രമല്ല, ശത്രുക്കളുടെ തന്നെ അണികൾ ഇതിലൂടെ ചിതറാൻ പോവാണ്. നമ്മുടെ ഒരു ആത്മവിശ്വാസം ഖുർആൻ നമുക്ക് ആദ്യം തരുവാണ്. നമുക്കെതിരെയുള്ള പ്രചാരണങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ അള്ളാഹ് എന്താ പറയുന്നത്, ഞാൻ നേരത്തെ ഓതി വെച്ച അതേ സൂറത്ത് തന്നെ, വലൗ കാനൂ ഫീകും മാ ഖാതലു ഇല്ലാ ഖലീല. അവരിവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാലും അവരിൽ കുറച്ച് ആൾക്കാർ മാത്രമേ നിങ്ങൾക്കെതിരെ പോരാടാനുണ്ടാവുള്ളൂ. നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാ ആളുകളും കുഫർ മില്ലത്തും വാഹിദ, സകല കുഫറും ഒരുമിച്ച് നിങ്ങൾക്കെതിരെ വരുന്ന നിങ്ങൾക്ക് തോന്നും. ഇല്ല, മാഖാതുൽ ഇല്ലാ ഖലീൽ. അള്ളാഹ് പറയാണ്, ഇവരെല്ലാരും കൂടെ നിങ്ങൾക്കെതിരെ തിരിയാൻ നിൽക്കില്ല. കുറച്ചാൾ, അപ്പോഴത്തേക്കും കുറെ ആൾക്കാർ ചെതറി പോയിട്ടുണ്ടാവും. നിങ്ങൾ പുതിയ സംഭവം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പൂഞ്ഞാറിൽ മത്സരിച്ച, പാലായിൽ മത്സരിച്ച എൻഡിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പാലാ ബിഷപ്പിന്റെ വിഷയം കൊടുത്തിട്ട് മറുപടി ഉണ്ടല്ലോ. അതായത് ആയിക്കോട്ടെ, പക്ഷെ മനസ്സിലാക്കാനുള്ളത് ഇയാൾ പറഞ്ഞ എന്താണ്, ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ഇത് തുടങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് വേറെ മുന്നണി നോക്കി പോകേണ്ടി വന്നത്. അപ്പൊ ഈ പ്രചാരണത്തിൽ ഇപ്പൊ അവരില്ല, അവർ ചോടുമാറിയിരിക്കുന്നു. ഇപ്പൊ പുതിയ ആൾക്കാർ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇല്ല ഖലീല, കുറച്ച് ആൾക്കാർ മാത്രമേ പോരാട്ടത്തിന് ഉണ്ടാവുള്ളൂ. ഒരു സമയത്ത് ഒരു കൂട്ടരുണ്ടാകുമ്പോ അടുത്ത സമയത്ത് വേറൊരു സംഘടനാ കൂട്ടത്തിലേക്ക് വരുന്നത്. ലാ യുഖാതിലൂനകും ജമീഅ, ഇവരൊക്കെ നിങ്ങൾക്കെതിരെ പോരാടാനായിട്ട് ഒന്നിച്ചു വരില്ല. ഖുർആനാണ്, സൂറത്തുൽ ഹശർ, ലാ യുഖാതിലൂനകും ജമീഅ, ഇവരെല്ലാം കൂടെ നിങ്ങൾക്കെതിരെ പോരാട്ടത്തിന് വരില്ല. തഹ്സബുഹും ജമീഅ, നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ ഒറ്റക്കക്ഷി എന്നാണ്. ഇതെല്ലാരും കൂടെ നിങ്ങൾക്കെതിരെ മുന്നണി ഉണ്ടാക്കി മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അള്ളാഹ് പറയുന്നു, വഖുലൂബുഹും ശത്ത, അവർ പല മനസ്സാണ്. ഒരിക്കലും അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല. കാരണം വിരുദ്ധ പല ദൈവത്തെ ആരാധിക്കുന്നവർ, പല ആദർശം പേരുന്നവർ, പല ചിന്താഗതികളുമായി മുമ്പോട്ട് പോകുന്നവർ, ഇവർക്കൊരിക്കലും ഒരുമിക്കാൻ കഴിയില്ല. അള്ളാഹു സത്യവിശ്വാസികൾക്ക് സമാധാനം, നിങ്ങൾ ഒന്നിച്ചോളി, നിങ്ങൾക്കൊരു ഖുർആനല്ലേ, നിങ്ങൾക്കൊരു നബിയല്ലേ, നിങ്ങൾക്കൊരു അള്ളാഹു അല്ലേ. നമ്മളിപ്പോഴും രണ്ട് പറഞ്ഞ് ചേരിതിരി അറേബ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ വിഷയത്തിൽ പോലും ഷിയാ സുന്നി പറഞ്ഞ് തർക്കിച്ചേക്കുക. നമ്മള് രണ്ടാൾക്കാരും ആരാധിക്കുന്ന അള്ളാഹ് ഒന്ന്, രണ്ടാളുടെയും പള്ളിയിൽ വെച്ചിരിക്കുന്ന ഖുർആൻ ഒന്ന്, രണ്ടാളുടെയും പ്രവാചകൻ ഒന്ന്. തർക്കം സുന്നിയുടെ കൂടെ ഷിയാന്റെ കൂടെ. അത് മാറ്റി വെച്ചിട്ട് ഏക അള്ളാഹുവിനെ ആരാധിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക്, ഒരു ഖിബലെ അഭിമുഖീകരിച്ച് നിസ്കരിക്കുന്നവർ എന്നുള്ളക്ക് നിങ്ങൾ ഒറ്റക്കെട്ടാകൂ. നിങ്ങളുടെ ശത്രുവിനെ ഒറ്റക്കെട്ടാക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു ആദ്യം ഈ വിഷയത്തിൽ പറയുന്നത്. റസൂലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബിയുടെ ജീവിതത്തിൽ രണ്ട് ഘട്ടം ഉണ്ടല്ലോ. ഒന്ന് മക്ക കാലഘട്ടവും
മറ്റൊന്ന് മദീന ഘട്ടം. ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തെ അങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയാനില്ല, അതങ്ങനെ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാലും മക്കയും മദീനയൊന്നും അല്ല ഇവിടെയുള്ളത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ അവസ്ഥ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ ഇത് രണ്ടിലും കൂടെ, രണ്ട് കാലഘട്ടത്തിൽ നമുക്ക് പൊതുവായി സ്വീകരിക്കാവുന്ന കുറെ സംഗതികളുണ്ട്. അതിലൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളും തീവ്രമായ അധിക്ഷേപങ്ങളും വ്യാജ പ്രചാരണങ്ങളും നേരിട്ടപ്പോൾ, പ്രത്യേകിച്ചും വ്യക്തിപരമായ ഇകഴ്ത്തലുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അനുഭവിച്ച് റസൂലിനെ വ്യക്തിപരമായി അവർ തേജോവധം ചെയ്തു എന്നുള്ളതാണ്. പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു. പല കഥയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കായികമായി തന്നെ മക്കക്കാര് നേരിട്ട സംഭവങ്ങളുണ്ട്. അപ്പൊ റസൂൽ ഇതിന് എന്താ ചെയ്തിരുന്നത്? തനിക്കെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത ഹദീസിൽ കാണാം. റസൂലിനെ ആരെങ്കിലും വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയ റസൂൽ അത് മൈൻഡ് തന്നെ ചെയ്യില്ല എന്നുള്ളത്. റസൂൽ എപ്പോഴാണ് കോപിക്കുക? ഇസ്ലാമിനെ എന്തെങ്കിലും പറയുമ്പോഴാണ്, ദീനിനെ എന്തെങ്കിലും പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ദീനിന്റെ വിധിവിലക്കുകൾക്ക് വിഘാതമായി ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണ് റസൂലിന്റെ മുഖം ചുവന്നു തുടുക്കുക, റസൂലിന് കോപം വരിക. തന്നെ ആരെങ്കിലും ആക്ഷേപിക്കുന്നു, അത് റസൂൽ ആ കേസ് വിട്ടേക്ക് എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ റസൂൽ അതിനെ എങ്ങനെ നേരിട്ടു എന്ന് മാത്രമല്ല, അതിനെ എങ്ങനെ നേരിടണമെന്ന് സഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെ വേണമെന്ന് റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹാബത്തിന്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന പണി. അപ്പൊ റസൂൽ പറയാണ്, യാ ഇബാദല്ലാഹ്. ഒരിക്കൽ അള്ളാന്റെ റസൂൽ സഹാബത്തിനിടയിൽ എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നത്, വിദ്വേഷ പ്രചാരണങ്ങൾ നിങ്ങൾ എങ്ങനെ നേടണം? യാ ഇബാദല്ലാഹ്, അള്ളാന്റെ ദാസന്മാരെ, ഉൻദുറു കൈഫ യസ്രിഫുല്ലാഹു അലാ അന്നി ശത്മഹും വലഅനഹും. എനിക്കെതിരെ ആളുകൾ ചീത്ത വിളിക്കാറില്ലേ? എന്നെ ചീത്ത വിളിക്കാറില്ലേ? എന്നെ ആളുകൾ ശപിക്കാറില്ലേ? ആളുകൾ എന്നെ വ്യക്തിപരമായി നോട്ടമിടുന്നതിൽ നിന്നും അള്ളാഹ് എങ്ങനെ കാത്തു എന്ന് നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്തു സഹാബത്തെ നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ സഹാബികൾ പറയുന്നു, കൈഫ ദാലിക യാ റസൂലല്ലാഹ്, റസൂലെ അങ്ങ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളെ അഭിമുഖീകരിച്ചത്? അതിനെ എങ്ങനെയാണ് തടഞ്ഞത്? അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വളരെ രസകരമായിട്ട്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്തുമൂന മുദമ്മമൻ. അവരെന്നെ വിളിക്കുന്ന എന്താണെന്നറിയാവോ? നബിന്റെ പേര് മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്നെ മുദമ്മമേ എന്ന് വിളിക്കും. മുഹമ്മദിന്റെ നേരെ ഓപ്പോസിറ്റാ മുദമ്മം. മുഹമ്മദ് വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ. മുദമ്മം നഊദു ബില്ലാഹ്, നികൃഷ്ടൻ. അപ്പൊ അവരെന്നെ മുദമ്മമേ എന്ന് വിളിക്കുമ്പോ ഓയൽഅനൂന മുദമ്മമൻ, മുദമ്മമേ എന്ന് പറഞ്ഞ് അവർ എന്നെ ശകാരിക്കും, എന്നെ ചീത്ത ശപിക്കുമ്പോൾ അന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അതല്ലല്ലോ, ഞാൻ അതിന് മറുപടി പറയാൻ പോലെ. കാരണം അവരെന്നെ അല്ല പറയുന്നത്, എന്റെ പേര് മുഹമ്മദ് എന്നാണ്, എന്റെ പേര് മുദമ്മം എന്നല്ല. നമ്മളിത് ചെയ്യണ്ടേ? നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളുടെ പേരല്ല അതിൽ പരാമർശിക്കപ്പെടുന്നതെങ്കിൽ, മറ്റു തരത്തിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ തിരിഞ്ഞേ നോക്കാൻ നിൽക്കണ്ട, അല്ലെ? ശരിയല്ലേ? എന്തിനാണ് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇസ്ലാമിനെതിരെ വരുന്ന ഓരോ വ്യാജ ആരോപണങ്ങളും റീലുകളും കണ്ടിട്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്. നിങ്ങളൊരു വിരുദ്ധ കമന്റ് ആണ് ഇടുന്നതെങ്കിലും, ഒരു ഡിസ്ലൈക്ക് ആണ് ചെയ്യുന്നതെങ്കിലും, ഇന്റർനെറ്റിന്റെ അൽഗോരിതത്തിന്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഇഷ്ടമാണ്, അതിന് ഡിസ്ലൈക്ക് ചെയ്യാനാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് കരുതിയിട്ട് പിന്നെയും അതേ സാധനം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ കാണുന്നതായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് തുറന്നാൽ കാണുക. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതിന്റെ അൽഗോരിതം അങ്ങനെയാണ്. നമ്മൾ എന്താണ് ഓപ്പൺ ആക്കുന്നത്, ആ ഓപ്പൺ ആക്കുന്നതാണ് അടുത്ത നിമിഷം വീണ്ടും സ്ക്രീനിലേക്ക് വരികയുള്ളൂ. അപ്പൊ ഇതിനെ പാടെ അവഗണിച്ച് വയ്ക്കുക, ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുക, കാണാൻ നിൽക്കല്. നിങ്ങൾ ഒരാൾ 10 പേര് കാണുമ്പോൾ 10 പേര് റീച്ച് അവർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. ഇതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇത്തിരി ക്ഷമ ഉണ്ടാവണം. കുറച്ച് ക്ഷമ മൊബൈൽ ഉപയോഗിക്കുന്ന വിഷയത്തിൽ സത്യവിശ്വാസികൾക്ക് ഉണ്ടായേ പറ്റും. മൊബൈലിന്റെ അടിമകളാകരുത് എന്ന് പുതുതലമുറയോട് നമ്മൾ പറയുമ്പോൾ കഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തലയും താടിയും നരിച്ചവരും മൊബൈലിന്റെ അടിമകളാണ്. കുട്ടികൾ എന്തിനാ പറയാൻ നിൽക്കണത്? നമ്മളിങ്ങനെ ഓരോ റീല് കാണുകയാണ്. എന്താ പറയാ, ഞാൻ മറ്റേ പ്രസംഗം കേൾക്കാണ്, അയാളുടെ വാദം കേൾക്കാണ്, ഇയാളുടെ തർക്കം കേൾക്കാണ്. ഇത് പാടെ വിട്ടേക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതി ഇതാണ്. അതെന്നെ ബാധിക്കുന്നതല്ല, ഞാൻ അതിൽപ്പെട്ടതല്ല, അവര് വേറെ ആരെയാണ് പറയുന്നത്, ഞാനത് കാണാൻ നിൽക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പോസ്റ്റ് അത് സ്വാഭാവികമായിട്ട് നിലച്ചു പോകും. രണ്ടാമത് ചെയ്യേണ്ട സംഗതി വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജിക്കായി ഈ ഒരു കാര്യം, ഞാനത് കാണില്ല എന്നുള്ളത്, എന്റെ മൊബൈലിലേക്ക് അത് വരണ്ട, ഞാനത് ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുക എന്നതും ഇസ്ലാമിന്റെ പ്രബോധനവുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ വിഷയത്തിൽ പടച്ചവന്റെ സഹായം വേണമല്ലോ. അതിന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നിൽക്കണം.
ശരിയായ മറുപടിയും ശൈലിയും ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് മറുപടി ഇടേണ്ട ഒരു സംഗതിയാണെങ്കിൽ ഇടാനുള്ളൊരു ശരിയായ ഒരു ആശയം അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് തരണ്ടേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ മുമ്പിൽ വാദപ്രതിവാദത്തിന് പോകുന്നുണ്ട്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഇബ്രാഹിം സംവദിക്കുന്നത്. നമ്രൂദ് മുടന്തൻ ന്യായം കൊണ്ടുവരുമ്പോൾ ഇബ്രാഹിം പ്ലേറ്റ് മുറിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദുമായി ഇങ്ങനെ സംസാരിക്കുന്ന രംഗം ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ പറയാണ്, എന്താണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? അത് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഹുവ യുഹ്യി വ യുമീറ്റ്, അവന് ആളുകളെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുന്നുണ്ട്. ഓക്കെ, അതാണോ റബ്ബുൽ ആലമീന്റെ പ്രത്യേകത? എങ്കിൽ ഉടനെ രാജാവ് രണ്ടാൾക്കാർ വിളിച്ചിട്ട് ഒരാളുടെ കഴുത്ത് വെട്ടിയിട്ട് പറഞ്ഞു, അനക്കത്തു നഫ്സ, ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു. അടുത്തയാൾ ഇങ്ങനെ തന്റെ തലപോകുന്നതും കാത്ത് നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു, നീ പോയിക്കോളൂ, അപ്പൊ ഞാൻ ഒരാളെ ജീവിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ താനാണ് ദൈവം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതേ വാദം അതേ ന്യായം ഇബ്രാഹിം മുമ്പിൽ രാജാവ് അവതരിപ്പിക്കുമ്പോൾ ഇബ്രാഹിം ആ തർക്കത്തിൽ നിൽക്കുന്നില്ല. ഉടനെ അദ്ദേഹം അടുത്തെടുത്തിട്ടു. അങ്ങനെയാണോ എങ്കിൽ എന്റെ നാഥനുണ്ടല്ലോ, എന്നും കാലത്ത് സൂര്യനെ കിഴക്ക് ഉദിപ്പിക്കുന്നവനാണ്, നിനക്ക് കഴിയുമെങ്കിൽ അത് പടിഞ്ഞാറുന്നുണ്ട്. പഴയതിൽ പിടിച്ചു തൂങ്ങുകയല്ല, പുതിയ ഈ വാദം എങ്ങനെ കിട്ടുക? ഈ വാദം കിട്ടണമെങ്കിൽ അള്ളാഹുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാവണം. അവനാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ലദുന്നിയായ ഇൽമെന്ന് സൂഫി ഭാഷയിൽ പറയും. അത് മനസ്സിലേക്ക് ഇട്ടു തരുള്ളൂ. നമുക്ക് കിട്ടും, ആശയങ്ങൾ കിട്ടും, വഹ്യ് കിട്ടുന്നത് പോലെ ആശയങ്ങൾ കിട്ടും. അത് കിട്ടണമെങ്കിൽ അള്ളാഹുമായിട്ട് സദാ ബന്ധമുണ്ടാകണം. പടച്ച തമ്പുരാനോട് ദുആ ചെയ്ത് ശാരീരികമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, റസൂലേ, അങ്ങ് ഏറ്റവും പ്രയാസപ്പെട്ട ദിവസം എപ്പോഴാണ്? ഉഹദ് യുദ്ധത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഉഹദ് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ പല്ല് പോയി, റസൂലിന്റെ തലയിലേക്ക് പടയങ്കി തൊപ്പിയുടെ കണ്ണി തലയിൽ അടിച്ചു കയറി റസൂല് ചോരയിലിച്ചതിനാണ്. അപ്പൊ റസൂൽ പറയുന്നുണ്ട്, ആയിഷ, ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട ദിനം അതൊന്നുമല്ല, എന്റെ ഖൗമ് തായിഫിലേക്ക് പ്രബോധനത്തിന് പോയപ്പോൾ എന്നെ ആളുകൾ കല്ലെറിഞ്ഞ് ആട്ടിപ്പായിച്ചില്ലേ, അന്നാണ് ഞാൻ ഏറ്റവും വിഷമിച്ച ദിവസം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അനുസ്മരിക്കുന്നുണ്ട്. നോക്കൂ, ആ സമയത്ത് റസൂൽ എന്താ ചെയ്ത്? റസൂൽ ചെയ്ത് അള്ളാഹുവിനോട് തന്റെ കഴിവുകേടുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അള്ളാഹിന്റെ പടച്ചോനെ, ഇന്നയാളുടെ പോസ്റ്റ് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ എന്താ ചെയ്യുക? അല്ലേ റസൂൽ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്റെ കഴിവുകൾ ഞാൻ നിന്നോട് പറയുന്നു, നാദാ നീ എന്നെ കൈവിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമല്ല, നീ എന്നെ കൈവിട്ടിട്ടില്ല എങ്കിൽ എനിക്ക് പിന്നൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് റസൂലിന്റെ കുറച്ച് നീണ്ട പ്രാർത്ഥന ഇങ്ങനെ നമ്മൾ കാണാം. ഇതും കഴിഞ്ഞ് പിന്നെ കാണുന്നു, അപ്പോഴത്തേക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. രണ്ട് മലക്കുകളുടെ കാവൽക്കാരനായ മലക്കിനെയും കൂട്ടിയിട്ടാണ് ജിബ്രീൽ വരുന്ന റസൂലിന് മുമ്പിൽ. അവിടെ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ മലക്കും ഈ ജിബ്രീലും പറയുന്നൊരു സംഗതിയുണ്ട്, ഈ രണ്ട് മലകൾക്കിടയിൽ ഇട്ടുപെടണമെങ്കിൽ അങ്ങയെ ഇപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ച തായിഫ് നിവാസികളെ ഞെരിച്ചു കൊല്ലാം. റസൂൽ എന്താ പറഞ്ഞത്? അവിടെ ഈ ഹെഡ് ക്യാമ്പയിനിൽ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ശത്രുക്കളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതിനകത്തുണ്ട് പാഠം. നമ്മുടെ ശത്രുക്കളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം. അള്ളാഹിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ. ജിബ്രീലെ, ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എന്നെ കല്ലെറിഞ്ഞ് പോയി ഓടിച്ച ഈ തായിഫുകാരില്ലേ, ആ തായിഫിൽ നിന്നും അള്ളാനെ മാത്രം ആരാധിക്കുന്ന പടച്ച തമ്പുരാനോട് ഒരു ശിർക്കും ചെയ്യാത്ത ഒരു ജനത ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ പിന്നിൽ റസൂലിന്റെ ഈ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇല്ലേ? മുഹമ്മദ് ബിൻ ഖാസിം മുസ്തഫി ഇല്ലേ, അത് വേറെ ചരിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ റസൂലിന്റെ മാതൃക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പടച്ചവനോട് പറഞ്ഞിട്ട് നന്നായി പ്രാർത്ഥിക്കുക. അത് ശത്രുവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ഉഹദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അപകടം പറ്റിയ സമയത്തിൽ പടച്ചവനെ, എന്റെ ജനത അറിയില്ലാത്തവരാണ്, അവരറിയില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ വലിയ ഭീകരവാദികളാണ്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടുന്ന വിശാലമായൊരു വിഷയമാണ് ഈ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെതിരെയുള്ള എല്ലാവിധ പ്രചാരണങ്ങളെയും അതിശക്തമായി തന്നെ പ്രചോദിക്കാൻ അള്ളാഹു നമുക്കത് മനസ്സിന് ഉറപ്പ് നൽകുമാറാകട്ടെ. ആ വിഷയത്തിൽ പ്രവാചക മാതൃക പിൻപറ്റാനുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ മുഴുവൻ ഇടങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സമ്പൂർണ്ണമായി തന്നെ പാലിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിദ്വേഷ പ്രചാരണങ്ങളെ നേരിട്ട കുറച്ചു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനപ്പുറത്ത് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നബി വളരെ നയപരമായി നിയമപരമായിട്ടാണ് ഇത്തരം സംഗതികളെ റസൂൽ മദീനയിൽ നേരിട്ടത്. നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യ അവകാശങ്ങളുള്ള ഒരു ജനതയാണ് നമ്മൾ. നമുക്കിവിടെ പ്രതിഷേധത്തിന് അവസരമുണ്ട്, നിയമപരമായി നേരിടാനുള്ള അവസരങ്ങളുണ്ട്. റസൂൽ മദീന വന്നപ്പോൾ ആദ്യം ചെയ്ത പണി നമുക്കറിയാലോ. അവിടെ ഉണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങളുമായിട്ട് റസൂൽ കുറെ കരാറുകൾ ഉണ്ടാക്കി. ഈ കരാർ എന്തിനാ ഉണ്ടാക്കി വെച്ചാൽ നിയമപ്രാബല്യം ഉണ്ടാകും. ഒരു നിയമം കൊണ്ടുവന്ന അവിടെ നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഇത്തരം ആളുകളിൽ നിന്നും എന്തെങ്കിലും ആവശ്യമില്ലാത്ത സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി പറയാൻ നിൽക്കാതെ അതിന് IT ആക്ട് ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാം, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അതാണ് കൂടുതൽ യുക്തമാവുക. അപ്പൊ നമുക്കെതിരെ വരുന്ന മുഴുവൻ ആരോപണങ്ങൾക്കും മറുപടി കൊടുക്കാൻ നമ്മൾ നിൽക്കാതെ നിയമപരമായ നിലക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒന്ന്. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഗോത്രങ്ങളുമായിട്ട് സാഹോദര്യ സഖ്യം ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, ഇതര മതസ്ഥരുമായിട്ട് മതത്തിന്റെ മേലധ്യക്ഷന്മാരുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം. അങ്ങനെ ബന്ധമുണ്ടാക്കുന്നതിലൂടെ നമ്മുടേതായ ഒരു സ്വാധീന ശക്തി അവർക്കിടയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അവർക്ക് നമ്മളുമായിട്ട് കൂടുതൽ സഹകരണവും മൈത്രിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ റസൂൽ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്ന മദീനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ ഇമാം അത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെതിരെ വ്യക്തിപരമായി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. റസൂൽ ഒരു കഴുതപ്പുറത്താണ് റസൂൽ അന്ന് യാത്ര ചെയ്തിരുന്നത്. അപ്പൊ ഈ ഉബയ്യ് ബിൻ സലൂൽ അവിടെ നിൽക്കുന്നുണ്ട്. റസൂൽ പോകുന്ന വഴിക്ക് ഒരു മുക്കിൽ ഒരു 4 കോടി ഒരു കവലയിൽ ഇയാൾ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് വന്നപ്പോൾ ഇയാൾ മൂക്ക് പൊത്തിയിട്ട് പറയാണ്. മൂക്ക് പൊത്തിയിട്ട് എന്തൊരു നാറ്റം, ഇത്ര വൃത്തികെട്ട മൃഗത്തിന്റെ പുറത്ത് കയറിപ്പോണത് ആരാണ്? റസൂലിനെ കളിയാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഇത് മദീനയിൽ റസൂൽ അവിടെ ഭരണാധികാരിയായി ഭരണം തുടങ്ങി ജീവിക്കുന്ന കാലത്ത് തുടങ്ങിയ സംഭവമാണ്, അന്ന് നടക്കുന്ന സംഭവമാണ്. പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയപ്പോഴത്തേക്കും കഴുതക്ക് നാറുന്നു എന്ന് പറഞ്ഞ് മൂക്ക് പൊത്തിയ ആള് കുറെ കാലം കഴിയുമ്പോൾ റസൂലിന്റെ മിമ്പറിന്റെ മുമ്പിലുണ്ട്. വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്താൻ വേണ്ടി വരുമ്പോഴത്തേക്കും ആദ്യം ഇയാൾ എഴുന്നേൽക്കും. സ്വാഗത പ്രസംഗം എന്താ പറയണറിയോ? ഹാദാ റസൂലുള്ളാഹി ഉർസില ഇലൈക്കും, ഇത് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹിന്റെ ദൂതനാണ്. അതുകൊണ്ട് ഈ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇഹപര വിജയം ഉണ്ടാകൂ എന്ന് റസൂലിന്റെ ഖതീബിന് ഖുതുബയ്ക്ക് കയറുന്നതിന് മുമ്പ് വിളിച്ചു പറയുന്ന ആരാണ്? അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ. ഇതെങ്ങനെ നടന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബന്ധത്തിലൂടെ ഉണ്ടായതാണ്. നമുക്കിത് സാധിക്കും. മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ക്രിസ്ത്യൻ ഹിന്ദു ഭേദമില്ലാതെ ആരുമായിട്ടും ബന്ധം സ്ഥാപിക്കുക. ഇങ്ങനെ ബന്ധമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മളുടെ ശത്രു മിത്രമാകും, ഇല്ലെങ്കിൽ ശത്രുവിന്റെ ശാസ്ത്രവത്തിന് കുറവെങ്കിലും ഉണ്ടാവും. ഇത് ചെറിയ സംഗതിയല്ല. ഈ ഒരു നിലയിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നമുക്ക് ഇസ്ലാമിനെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങളെ ഒഴിവാക്കാൻ കഴിയും. നമുക്ക് വളരെ സ്വസ്ഥമായും സുന്ദരമായും നമ്മുടെ നാട്ടിൽ പാർക്കാൻ കഴിയും. ഒന്നേ വേണ്ടൂ, നമ്മൾ മനസ്സ് വെക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള എല്ലാവിധ കുപ്രചാരണങ്ങളെയും അള്ളാഹു അവസാനിപ്പിക്കുകയും അന്തസ്സോടെ സമാധാനത്തോടെ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ. വരാൻ പോകുന്ന ഒരു ഭരണകൂടത്തിന്റെ മനസ്സ് അള്ളാഹു സമുദായത്തിന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു മനസ്സുള്ള ഒരു ഭരണകൂടത്തെ അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്തും പുറത്തും കലാപകലുഷിതമാണ് ഗൾഫ് മേഖല. ശാന്തം എന്ന് കുറച്ച് നമ്മളങ്ങനെ സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ലോകത്തിന് സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. മരിച്ചുപോയ നമ്മുടെ കാരണവന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഖബർ അള്ളാഹു
വെളിച്ചമുള്ളതാക്കുമാറാകട്ടെ. സ്വർഗത്തിലെ കവാടങ്ങൾ നാഥൻ അവരേക്ക് തുറന്നു വെച്ചു കൊടുക്കുമാറാകട്ടെ. നരകത്തിൽ നിന്നും അള്ളാഹു അവരെ കാക്കുമാറാകട്ടെ, നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على